ഓടിക്കുമ്പോൾ ശരിക്കും നമുക്കൊരു ട്രയംഫിൻ്റെ ഫീൽ കിട്ടുന്നുണ്ടോ, അതേ ഒരു ടിപ്പിക്കൽ ബജാജിൻ്റെ കൈയേറ്റം ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നാളായി നമ്മളൊരു മോട്ടോർ സൈക്കിൾ റിവ്യൂ ആയിട്ട് വന്നിട്ട്. ആൻഡ് ഫൈനലി ദ ഓൾ ന്യൂ ട്രയംഫ് സ്പീഡ് 400. ഒരുപാട് റിവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിലോ അതുപോലെ തന്നെ ഫീച്ചറിൻ്റെ സൈഡിലോട്ടോ ഒന്നും വരുന്നില്ല. ആർക്ക് പറ്റിയൊരു ചോയ്സാണ് ഈ ഒരു വണ്ടി എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മൈലേജ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മെയിൻ്റെനൻസ് കോസ്റ്റ് അഫോർഡബിൾ ആണോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മാതിരി ബജാജ് ആൻഡ് ട്രയംഫ് കൊളാബറേഷനിൽ വന്നിരിക്കുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. സോ അതുകൊണ്ട് ഇതൊരു ബജാജിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ആണോ അല്ലെങ്കിൽ ഒരു ട്രയംഫ് മോട്ടോർ സൈക്കിൾ നമുക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റൈഡ് റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും വലിച്ചു കിട്ടുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. പെട്ടെന്നൊരു ക്വിക്ക് ഓവർവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്ക് വന്നിരിക്കുന്ന ഈ ഒരു വൈറ്റ് കളറാണ്. ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു കളർ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ നിർത്തുമ്പോൾ ഭയങ്കര രസമാണ് വണ്ടി കാണാനായിട്ട്. നമുക്ക് ആ ഒരു ട്രയംഫ് ട്രൈഡൻ ഡിസൈനൊക്കെ ആയിട്ട് നമുക്ക് പല രീതിയിലും ഫീൽ ആവുന്നുണ്ട്. പിന്നെ സീറ്റിങ്ങിലോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംഗിൾ സീറ്റാണ് വരുന്നത്, സ്പ്ലിറ്റ് അല്ല. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ബെൻ പൈപ്പ് കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കൊറോഷനും കാര്യങ്ങളൊക്കെ വരുമോ എന്നുള്ള സംശയമുണ്ട്. പക്ഷേ ഇതൊരു ഡബിൾ ലെയർ ആയിട്ടുള്ളൊരു ബെൻ പൈപ്പും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് കൊറോഷൻസ് കാര്യങ്ങളൊന്നും പെട്ടെന്ന് വരത്തൊന്നുമില്ല. പക്ഷേ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്രീൻ ഡൊമിനാർ എടുത്താലും ബ്ലാക്ക് എടുത്തു കഴിഞ്ഞാലും ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് USD ഫോക്സിന് ഒരു ഗോൾഡൻ സ്റ്റിക്കർ ഒട്ടിക്കുക എന്നുള്ളത്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമായിരുന്നു. പിന്നെ എല്ലാവരും ഒക്കെ ഇളക്കി മാറ്റി കളഞ്ഞു, എല്ലാവരും സ്റ്റോക്ക് കളറിലോട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരിടയ്ക്ക് എല്ലാവരും ഡോമിനാറിലൊക്കെ ഒരു ഗോൾഡൻ സ്റ്റിക്കർ അടിക്കുന്നുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് ആ ഒരു ഭംഗി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ജസ്റ്റ് മൈലേജ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് വണ്ടിയിലൊന്ന് എന്താ പറയുക ഒരു കൗതുകത്തിൻ്റെ പേരിൽ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മൈലേജ് ജസ്റ്റ് നമ്മൾ ചുമ്മാ ചെക്ക് ചെയ്താണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എത്രയാണെന്നുള്ള കാര്യം ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ കൂടുതൽ സ്പെക്കും കാര്യങ്ങളും ഞാൻ ഒരുപാട് എടുത്തു പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ ഈ വണ്ടി ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി, നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. സ്പെക്കും കാര്യങ്ങളും ഞാൻ കൂടുതൽ പറയുന്നതിനേക്കാളും ഈ ഒരു വണ്ടി എന്താണ് അല്ലെങ്കിൽ വണ്ടീനെ പറ്റി എന്താണ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം. സോ നമുക്കിനിയിപ്പോൾ ഒരു റൈഡ് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ഫ്യൂൽ ഗേജ് അത്ര ആക്യുറേറ്റ് അല്ല. പിന്നെ RPM മീറ്റർ വളരെ ചെറുതായിട്ടാണ്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, പിന്നെ നമ്മുടെ സ്പീഡോമീറ്റർ, പിന്നെ കുറച്ച് വാർണിംഗ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ താഴാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ വഴി പോകാൻ പറ്റുമോ എന്നാണ് നോക്കണേ. താഴുമില്ലോ എന്നുള്ള കാര്യം അറിയില്ല. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഒരു സാധാരണക്കാരന് അഫോർഡബിളായിട്ട് കിട്ടാനായിട്ടുള്ളൊരു കാരണം ബജാജാണ്. അതെല്ലാവർക്കും അറിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ ബജാജുമായിട്ടുള്ളൊരു കൊളാബറേഷനിലാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പേഴ്സണലി ഒരുപാട് വെയിറ്റ് ചെയ്തൊരു മോട്ടോർ സൈക്കിളായിരുന്നു സ്പീഡ് 400 എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് ഭയങ്കര അഫോർഡബിൾ ആയിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അതുപോലെ തന്നെ ലോഞ്ച് ചെയ്തപ്പോൾ നിങ്ങൾക്കറിയാം ഒരു കില്ലിംഗ് പ്രൈസ് സെഗ്മെൻറ്റിലാണ് ഈ ഒരു വണ്ടി ഇറങ്ങിയത്. നമുക്ക് എന്താ പറയുക ഒരു 400cc നമുക്ക് അഫോർഡബിൾ സെക്ഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന നല്ലൊരു കോമ്പറ്റീഷൻ മോട്ടോർ സൈക്കിൾ തന്നെയായിട്ടാണ് സ്പീഡ് 400 ലോഞ്ച് ചെയ്തത് തന്നെ. റൈഡ് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ വണ്ടി ഒരു 20 കിലോമീറ്റേഴ്സിന് മേലെ ഇപ്പോൾ ഇന്ന് ഈ ഒരു വണ്ടി റൈഡ് ചെയ്തിട്ടുണ്ട്. വണ്ടി എന്താ പറയുക നല്ല ടോർക്കി ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഇതൊരു ഗിയറിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ലോ എൻഡ് കീപ്പ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ വണ്ടി പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വണ്ടി വീട്ടിലോട്ട് വന്ന സമയത്തായാലും എൻ്റെ അനിയത്തി പറഞ്ഞൊരു കാര്യമാണ്, നിൻ്റെ വണ്ടിയുടെ അതൊരു സൗണ്ട് ആണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്, നമ്മുടെ ബജാജിൻ്റെ നമ്മുടെ ഡൊമിനാർ 400 സിമിലർ ആയിട്ടുള്ള ഒരു എക്സോ സൗണ്ട് തന്നെയാണ് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഒരു മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറയാം. ഇതിൻ്റെ മെയിൻ്റെനൻസ് വരുന്നത് നമുക്ക് ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ്. നമുക്ക് പ്രൈസ് കുറവാണെന്നുണ്ടെങ്കിലും ട്രയംഫിൻ്റെ ആ ഒരു മെയിൻ്റെനൻസ് കോസ്റ്റ് നമുക്ക് അഫോർഡബിൾ ആണോ എന്നുള്ളൊരു കാര്യം. നമുക്ക് മെയിനായിട്ട് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നതിൻ്റെ മെയിൻ്റെനൻസ് തന്നെയാണ്. അതായത് നമുക്ക് ഇതിൻ്റെ മെയിൻ്റെനൻസ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എല്ലാ ട്രയംഫ് മോട്ടോർ സൈക്കിൾ വരുന്ന മാതിരി തന്നെ 16,000 കിലോമീറ്ററിലാണ് ഇതിൻ്റെ ഒരു സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ബാക്കിയുള്ള മോട്ടോർ സൈക്കിൾ 5,000 കിലോമീറ്റേഴ്സിലാണ് ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു ഇൻ്റർവെലിന് ഒരു 400cc വണ്ടികൾക്ക് വരുന്ന ഒരു ആവറേജ് സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് 3 to 5K ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 16,000 കിലോമീറ്ററിൽ ഈ ഒരു വണ്ടി സർവീസ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റും നമ്മൾ
നമ്മുടെ ബാക്കിയുള്ള 400cc അല്ലെങ്കിൽ ബാക്കിയുള്ള ബൈക്കുകൾ ഈ പറയുന്ന 16,000 കിലോമീറ്റർ നമ്മളൊരു 3 വട്ടം സർവീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ആവറേജ് 4,000 വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ 4, 8, 12 അല്ലെങ്കിൽ ഒരു 12 to 15K റേഞ്ച് നമുക്ക് സർവീസ് കോസ്റ്റ് വരും. നമുക്കൊരു 16K കിലോമീറ്ററിൽ സർവീസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു സർവീസ് നമുക്ക് ഏകദേശം ഒരു 10-15 രൂപയ്ക്കുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സർവീസ് കോസ്റ്റ് ഓക്കെ ആണെന്ന് നമുക്ക് പറയാം. കാരണം നമുക്ക് വലിയൊരു ട്രയംഫ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ രീതിയിൽ നമുക്ക് വരുമ്പോൾ വലിയൊരു സർവീസ് കോസ്റ്റും കാര്യങ്ങളൊന്നും നമുക്കങ്ങ് വരത്തില്ല. മൈലേജിൻ്റെ കാര്യത്തിലോട്ട് വരാം. മൈലേജിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ട്രയംഫ് അവർ അവകാശപ്പെടുന്ന ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ 29-28ഒക്കെയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ ഇത് ഫസ്റ്റ് സർവീസ് പോലും കഴിഞ്ഞിട്ടില്ല. നമ്മൾ ചുമ്മാ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാങ്ക് ടു ടാങ്ക് ആണ് ടെസ്റ്റ് ചെയ്തത്. നമുക്ക് കിട്ടിയൊരു മൈലേജ് എന്ന് പറയുന്നത് 18 കിലോമീറ്ററാണ്. അപ്പോൾ ആ ഒരു മൈലേജ് നമ്മൾ കണക്കാക്കുന്നില്ല. നമ്മൾ സിറ്റിയിലാണ് നമ്മൾ കൂടുതൽ റൈഡ് ചെയ്തത് ആ ടൈമിൽ. അപ്പോൾ ഇനി ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ആവാറായി. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് സർവീസിൻ്റെ ഒരു കോസ്റ്റ് കാര്യങ്ങളൊക്കെ എത്രയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഷെയർ ചെയ്യാം. അതുപോലെ നമ്മൾ മൈലേജും കാര്യങ്ങളൊക്കെ പിന്നീട് സാവധാനം മൈലേജും കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇതിൻ്റെ സൈഡിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ആ ട്രയംഫ് എന്ന് പറയുന്ന രീതിയിലോട്ട് നമുക്ക് കുറച്ചുകൂടി വണ്ടി കോസ്റ്റ്ലി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ആസ് എ ഓണർ എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആവുന്ന ഏതൊരു പോയിന്റിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പെയർ പാർട്സിൻ്റെ കേസിലോട്ട് വരുമ്പോഴാണ്. നമ്മുടെ വണ്ടിയുടെ സ്പെയർ പാർട്സിന് അത്യാവശ്യം കുറച്ച് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ വരും. അതായത് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഈ ഒരു ബാർ ആൻഡ് മിറേഴ്സിനായാലും അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്സിനായി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ട്രയംഫ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ വരുന്ന ആ ഒരു കോസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കോസ്റ്റ് നമുക്ക് ആ ഒരു സ്പെയർ പാർട്സ് നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റും. ആ ട്രയംഫിൻ്റെ സർവീസ് ഇപ്പോൾ കുറച്ച് മോശമാണെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ സർവീസ് കുറച്ച് മോശമാണെന്ന് പറയുന്നുണ്ട്. ഒരു 400cc സർവീസും കൂടി ഇതിലോട്ട് ആഡ് ഓൺ ആയ ഒരു സ്ഥിതിക്ക് വേറെ നല്ല സർവീസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ചില സ്ഥലങ്ങളിൽ കുറച്ച് മോശമാണെന്ന് അറിയാൻ പറ്റി. പ്രത്യേകിച്ച് ഈ ഒരു വണ്ടിയുടെ റൈഡ് ഫീലിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു മോട്ടോർ സൈക്കിൾ ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമിനാറായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡൊമിനാറായിട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ എന്നുള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞ കാര്യം തന്നെ എനിക്കൊരു വണ്ടിയുടെ എന്താ പറയുക റൈഡ് ഫീൽ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു റൈഡിങ് പോസ്ചർ ഭയങ്കര എന്താ പറയുക നമുക്ക് ഒരു റെട്രോ ഫീലാണ് നമുക്ക് ഒരു വണ്ടി ഓടിക്കുമ്പോൾ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മൾ ഡൊമിനാർ എടുത്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ആ ഡൊമിനാർ എടുത്തതിൻ്റെ സ്റ്റോറി പറയുമ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ എൻഡ് ചെയ്യുന്നത് ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ടാണ്. നമ്മൾ ഈ ഒരു ഭാഗം വന്നിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. നമുക്ക് ശരിക്കും ഓടിക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു റോയൽ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ലക്ഷറി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ട്രയംഫിൻ്റെ വണ്ടിയാണ്, പക്ഷേ ബജാജായിട്ടൊരു കൊളാബാണ്. അപ്പോൾ ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ശരിക്കും നമുക്കൊരു ട്രയംഫിൻ്റെ ഫീൽ കിട്ടുന്നുണ്ടോ, അതേ ഒരു ടിപ്പിക്കൽ ബജാജിൻ്റെ കൈയേറ്റം ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം വണ്ടി ഇറങ്ങാൻ നേരത്തെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ബജാജിൻ്റെ ഇത് നമുക്ക് വണ്ടിയിൽ വരുമോ എന്നുള്ളൊരു കാര്യം. പക്ഷേ ടു ബി ഹോണസ്റ്റ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്യുവർ ട്രയംഫ് മോട്ടോർ സൈക്കിൾ. നമുക്ക് ബജാജിൻ്റെ ഒരു കയ്യേറ്റത്തിൽ നമുക്ക് വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഒരുപാട് ഹൈയിലോട്ട് പോയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ബജാജിനെ ഏൽപ്പിച്ച കാര്യം ബജാജ് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബജാജിൻ്റെ ആ ഒരു ഹെൽപ്പോട് കൂടി നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു 400cc കൂടി നമുക്ക് കിട്ടി. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് സ്റ്റോക്കായിട്ട് തന്നെ ബാർ ആൻഡ് മിറേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു റെട്രോ ക്ലാസിക് ലുക്കും അതുപോലെ തന്നെ റൈഡ് ഫീലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടോർക്കി ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങളത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഗിയറിലാണെന്നുണ്ടെങ്കിലും ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് വരും. ഒരു 4th ഗിയറിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു 5th ഗിയറിലാണെങ്കിൽ പോലും ഭയങ്കര ലോയിൽ പോയി കഴിഞ്ഞാലും നമ്മളൊന്ന് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ യാതൊരുവിധ ലാഗും ഇല്ലാതെ വണ്ടി കയറിപ്പോവും. നമ്മുടെ ഡൊമിനാർ 400ഉം സ്പീഡ് 400 രണ്ട് വണ്ടിയും വെച്ചിട്ട് ഒരു കമ്പാരിസൺ വീഡിയോ ഞാൻ ചെയ്യാം. അല്ലാതെ ഇപ്പോൾ ഞാൻ ഒരു ഡൊമിനാർ 400 യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു വണ്ടി യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഇത് രണ്ടുമായിട്ട് എന്താണ്, അല്ലെങ്കിൽ ഇതിലേത് എടുക്കും, അല്ലെങ്കിൽ ഇതിലേത് ഞാൻ എടുക്കണം എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറ്റിയിൽ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കണം. എന്നാലും നമുക്ക് ടൂറിംഗ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ഓപ്ഷനാണ് ട്രയംഫ് സ്പീഡ് 400 എന്ന് പറയുന്നത്. നമുക്ക് ഡൊമിനാറിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഡൊമിനാർ സിറ്റീസിൽ ഓടിക്കാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടാവും. നമുക്ക് ആ വെയിറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിഫിക്കൽട്ടീസ് നമുക്ക് ഡൊമിനാർ ഓടിക്കുമ്പോൾ ഉണ്ട്. പക്ഷേ ഈ ഒരു മോട്ടോർ സൈക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് സിറ്റിയിലൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് റിലാക്സ് ആയിട്ട് ഒരു ഫൺ ഓറിയൻറ്റഡ് ആയിട്ട് ഒരു മോട്ടോർ സൈക്കിൾ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ടൂറിങ്ങിലായാലും നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള റൈഡിങ് പൊസിഷനാണ്. നമുക്കെല്ലാം റിലാക്സ്ഡ് ആയിട്ട് പില്ലുണ്ടെങ്കിലും എങ്ങനെയായാലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരു വണ്ടി ഓടിക്കാനായിട്ട് പറ്റും. സീറ്റിൻ്റെ കംഫർട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്.
പറഞ്ഞ ഒരു ടാങ്ക് ഡിസൈനിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രയംഫ് മോട്ടോർ സൈക്കിൾ നമ്മൾ കണ്ടുവരുന്ന രീതിയിലൊരു റൈറ്റ് സൈഡിൽ ആയിട്ടാണ് ഇതിൻ്റെ ടാങ്ക് ഗ്യാപ്പൊക്കെ വരുന്നത്. അത് നമ്മളൊരു റെട്രോ സ്റ്റൈൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഒരു വെയിറ്റ് കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡൊമിനാറിനെ അപേക്ഷിച്ച് ഭയങ്കര വെയിറ്റ് കുറവാണ്. നമുക്ക് ഭയങ്കര ഈസി ടു ഹാൻഡിലായിട്ട് നമുക്ക് വേണമെങ്കിൽ വണ്ടി പറയാം. പക്ഷേ എന്നാലും ചില ടൈമിൽ അതിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ എന്നാലും ഡൊമിനാറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വെയിറ്റ് കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വണ്ടി ടേൺ ചെയ്ത് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടൊരു വണ്ടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ബിഗിനർ ഫ്രണ്ട്ലി മോട്ടോർ സൈക്കിൾ എന്നല്ല ഞാൻ പറയുന്നത്. കമ്പയർ ടു ഡൊമിനാർ നമുക്കൊരു വെയിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഒരു മോട്ടോർ സൈക്കിൾ. അപ്പോൾ ലേഡി റൈഡേഴ്സിനായാലും നമുക്ക് കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു 400cc ആയിരിക്കും. അതായത് നമുക്ക് വെയിറ്റിൻ്റെ ഒരു ഇഷ്യൂ നമുക്ക് വരില്ല. അതുപോലെ തന്നെ ടേണിങ് റേഡിയസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് എടുക്കാം. പിന്നെ വണ്ടി ഭയങ്കര രസമാണ് ഓടിക്കാനായിട്ട്. മെയിനായിട്ട് നിങ്ങൾ ഒരു ട്രയംഫിൻ്റെ മോട്ടോർ സൈക്കിൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് നിങ്ങൾ എടുത്തു പോകുക. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ടാണ് നമ്മുടെ USB ചാർജിങ് പോർട്ട് വരുന്നത്. അത് അവിടുന്ന് മാറ്റിയിട്ട് വേറെ എവിടെയെങ്കിലും കൊടുത്തിരുന്നതിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇല്ലെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഡിസ്പ്ലേ നമ്മൾ ആ ഒരു എന്താ പറയുക ഒരു റെട്രോ ക്ലാസിക് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നത്. RPM നമുക്ക് കാര്യമായിട്ട് കാണാനായിട്ട് പറ്റില്ല. ഈ ഒരു ഭാഗത്ത് ചെറിയ രീതിയിലാണ് അതിൻ്റെ RPM കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നമുക്ക് ഡൊമിനാറിന് കുറച്ചും കൂടി വെയിറ്റ് ഉള്ള രീതിക്ക് തോന്നും. അല്ലെങ്കിൽ ഹാൻഡിൽ ബാറോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സെക്ഷനിൽ കുറച്ച് വെയിറ്റ് ഉള്ളതായിട്ട് തോന്നും. പക്ഷെ നമ്മൾ ഈ ഒരു സ്പീഡ് 400 വരുമ്പോൾ നമുക്ക് ആ ഫ്രണ്ടിലെ ഒരു സെക്ഷൻ നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഒരു ഹാൻഡിലിംഗ് ആയാലും എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടി റിലാക്സ്ഡ് ആണ് ഡൊമിനാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വണ്ടി ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുപോയി നടക്കാനായിട്ട് പറ്റും. പക്ഷേ ഡൊമിനാർ നമുക്ക് ഈസി ആയിട്ട് ഫ്ലിക്കബിൾ ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും ഇത് ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് കുറച്ചും കൂടി കമ്പയർ ടു ഡൊമിനാർ നമുക്ക് കുറച്ചുകൂടി സ്മൂത്തായിട്ട് നമുക്ക് ഫ്ലിക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റും. ട്രയംഫിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മോട്ടോർ സൈക്കിൾ നമ്മളിപ്പോൾ ഇറക്കിയത് ഒരു 2 വീക്ക് മുന്നെയാണ്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വന്നിട്ട് 3.2 lakhs ആണ് ഓൺ റോഡ് വന്നിരിക്കുന്നത്. നമ്മൾ ഡൊമിനാർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 lakh ബിലോയാണ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ റേറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുക. പിന്നെ ഒരു ബ്രാൻഡിങ് നോക്കുക. ട്രയംഫ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ കുറച്ചും കൂടി റീസെയിൽ വാല്യൂ കുറച്ചും കൂടി റിലയബിൾ ആയിട്ടുള്ളൊരു എഞ്ചിനും കാര്യങ്ങളൊക്കെ കിട്ടും. മെയിനായിട്ട് ഒരു വണ്ടി എത്രത്തോളം നല്ലതാണ് എന്നുള്ളതല്ല, ആ ഒരു വണ്ടിയുടെ സർവീസ് എത്രത്തോളം ബെറ്ററാണ്. ആഫ്റ്റർ സെയിൽസ് ആ ഒരു ബ്രാൻഡ് ആ ഒരു കസ്റ്റമറിന് കൊടുക്കുന്ന ആ ഒരു സർവീസ് തന്നെയാണ് എല്ലാ ഒരു ബ്രാൻഡിനെ സക്സസ്സിലോട്ട് നയിക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രയംഫാണ്. ട്രയംഫിൻ്റെ ഒരു 400cc സെഗ്മെൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ആഫ്റ്റർ സെയിൽസിൽ കിട്ടുന്ന ആ ഒരു സർവീസും ആ ഒരു എക്സ്പീരിയൻസും എത്രത്തോളം ഉണ്ട് എന്നുള്ളതനുസരിച്ച് തന്നെയാണ് ഈ ഒരു വണ്ടിയായാലും ഏതൊരു വണ്ടിയായാലും നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ബജാജ് ഡൊമിനാർ നമുക്ക് കിട്ടുന്ന ഒരു സർവീസിൻ്റെ പല സർവീസ് സെൻറ്ററിൽ നമുക്ക് കിട്ടുന്ന മോശം അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഡൊമിനാർ ഓണേഴ്സിന് അറിയാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ട്രയംഫിൻ്റെ ആയാലും ഒരുപാട് മോശം സർവീസ് എക്സ്പീരിയൻസ് ഒക്കെ ഒരുപാട് പേര് ഷെയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ 5th പോയി കഴിഞ്ഞാൽ 6th പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എൻജിൻ നോക്കിങ്ങോ അല്ലെങ്കിൽ ആ ഒരു ഇതൊന്നും വലിയ രീതിയിൽ വരത്തില്ല. ആ ഒരു ഫസ്റ്റ് ഷോട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ബാക്കിൽ വരുന്ന ഗ്രാബ് റെയിലിന് വ്യത്യാസമുണ്ട്. അത് നമ്മുടെ സ്റ്റോക്ക് സ്പീഡ് 400 ഗ്രാബ് റെയിലല്ല, നമ്മുടെ റാംബ്ലറിൻ്റെ ഒരു ഗ്രാബ് റെയിലാണ് വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ടാങ്കിൽ വരുന്ന ഈ ഒരു ടൈയുടെ പൊസിഷൻ വരുന്ന ഈ ഒരു പാഡ്, ആ ഒരു ഗ്രിപ്പ്. അപ്പോൾ അത് വെക്കുന്നത് നല്ലൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾ വണ്ടി എടുത്തിട്ട് നിങ്ങൾ PPF ചെയ്യുന്നതും കുറച്ചുകൂടി നല്ലതായിരിക്കും. സ്പീഡ് 400 കുറിച്ച് കൂടുതൽ അറിയാനോ കൂടുതൽ എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ആ ഒരു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഫസ്റ്റ് സർവീസിന് ശേഷം നമ്മുടെ സർവീസ് കോസ്റ്റും കാര്യങ്ങളും എല്ലാം വെച്ചതിന് ശേഷം ഒരു വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളായിട്ട് പറയാനായിട്ട് ഒന്നും തന്നെയില്ല, കാരണം നല്ല ബ്യൂട്ടിഫുൾ മോട്ടോർ സൈക്കിളാണ്. റൈഡ് ഫീൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ എം വെരി എൻജോയിങ് ടു റൈഡിങ് ദിസ് മോട്ടോർ സൈക്കിൾ. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വഴിയും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകാം. സോ വി ആർ ഹെഡിങ് ടു മാമലക്കണ്ടം. അപ്പോൾ ചെറിയൊരു ട്രാവൽ വ്ലോഗ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം.